ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നൈറ്റിക്ക് വേണമെങ്കിൽ ചെയ്യാൻ, നിങ്ങൾക്ക് ഇതുപോലെ ചുരിദാറിനോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള പഴയ കട്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ യോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ആ സൈഡിൽ വെച്ചിരിക്കുന്ന ലേസ് ഏകദേശം ഒരു 10 രൂപ വില വരുന്ന ലേസാണ് കേട്ടോ. നൈറ്റിക്ക് വെക്കാൻ പാകത്തിന് നമുക്ക് കടയിൽ നിന്ന് പറഞ്ഞാലായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നൈറ്റിയുടെ മെറ്റീരിയലാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 3.25 മെറ്റീരിയലാട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് ലെങ്ത്തുള്ള നൈറ്റി മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 2.90-ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അത് നമുക്ക് വേറെ ഡിസൈനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒട്ടും തുണി അതിൻ്റെ അകത്ത് ബാക്കി കിട്ടത്തില്ല. അപ്പോൾ 3.25-ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു മെറ്റീരിയൽ കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3.25-യാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു പീസ് തുണി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഫ്ലവർ ഉള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലവറിൻ്റെ കളറുള്ള തുണി എടുത്ത് വയ്ക്കാം. അതല്ല ഒറ്റ കളറുള്ള തുണിയാണെങ്കിൽ ഇതുപോലെ അജ്രക്കിൻ്റെയോ എന്തെങ്കിലുമുള്ള പീസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസൊക്കെ അതെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന യോക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് 14 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ നൈറ്റി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടില്ലേ, ആ നൈറ്റിയുടെ ഒപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ നെക്ക് ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. നമ്മളിത് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. ക്യാൻവാസ് വെക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാൻവാസ് വെക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടി തോന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. സാധാരണ നമ്മൾ നൈറ്റിക്ക് എടുക്കുമ്പോൾ അധികം നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാറില്ലല്ലോ. ചുരിദാറിനെ പോലെയൊന്നുമല്ല, നൈറ്റിക്ക് കുറച്ച് ലെങ്ത്ത് കുറച്ചല്ലേ എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു 5.5 ഇഞ്ച് നൈറ്റിയുടെ നെക്കിൻ്റെ ലെങ്ത്തും 3 ഇഞ്ച് വിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ ഒരു ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മൾ ഒരു 10 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം. നമ്മളൊരു ഷേപ്പിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 10 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിന് ശേഷം ഈ ഒരു കോർണർ കണ്ടില്ലേ, ആ കോർണറിൽ നിന്ന് നമുക്കിതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ആ 10 ഇഞ്ചിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒന്ന് ചെരിച്ചിതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെരിച്ചിങ്ങനെ വരച്ചില്ല എന്നോർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്ക്വയർ തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ റൗണ്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴത്തെ ആ ഭാഗം ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നൈറ്റിയുടെ പീസിൽ കൊള്ളാതെ നോക്കണം. അപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പീസും നൈറ്റിയുടെയും അതുപോലെ യോക്കിൻ്റെയും 2 പീസുകളും ഒരുമിച്ചാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു യോക്ക് പീസ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് സൈഡിൽ ഒരു 1/4 ഇഞ്ചൊന്ന് ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിക്കരുത്. ഇത് കോട്ടൺ തുണിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് കോട്ടൺ അല്ല. അപ്പോൾ അതുകൊണ്ട് വലിക്കാതെ, കോട്ടൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിക്കാതെ പതുക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്കിത് മുകളിൽ വെച്ചിട്ട് അടിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എല്ലാ സൈഡിലും ആ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അതിനായിട്ട് പ്രത്യേകിച്ച് മെറ്റീരിയലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് നമ്മുടെ യോക്ക് പീസിൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത്. നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് നമ്മുടെ യോക്ക് പീസിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ പതിച്ച് വെച്ചതിന് ശേഷം ആദ്യം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് പതിച്ചും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് സ്റ്റിഫായിട്ട് അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന്
ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊരു നല്ല വശത്തേക്ക് തിരിച്ച് വെക്കണം. നല്ല വശത്തേക്ക്, നൈറ്റിയുടെ നല്ല വശത്തേക്ക് നമ്മളിത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എൻഡ് ഭാഗം, അതായത് നമ്മുടെ നെക്കിൻ്റെ ആ അരികു വശം ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. കോട്ടൺ തുണിയാണെങ്കിൽ പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അയൺ ചെയ്തെടുത്താലും മതി. നമ്മളിതിൽ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും തന്നെ വെക്കുന്നില്ല, വെറും പ്ലെയിൻ തുണി നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസിൻ്റെ അകത്ത് ഒരു ചെറിയ ലേസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ലേസ് നമ്മുടെ ആ ഒരു എക്സ്ട്രാ എടുത്തിരിക്കുന്ന പീസില്ലേ, ബ്ലൂ കളർ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ തുണിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ അടിച്ച് കോരുകയാണ്. അപ്പോൾ ലേസ് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് കൊടുക്കുമ്പോൾ ആ വൈറ്റ് കളറുള്ള ഭാഗം മാത്രമാണ് വെളിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം ഒരു 1/2 ഇഞ്ചോളം വീതിയുള്ള ലേസാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് വീതിയുള്ള ലേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ പുറമെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിട്ടു പോകാതിരിക്കും. കാരണം വീതി കുറഞ്ഞതാണെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തും സ്റ്റിച്ച് പിടിച്ചെന്ന് വരില്ല, അപ്പോൾ ചിലപ്പോൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വീതിയുള്ളതാണെങ്കിൽ ഉള്ളിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ 2 സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ തന്നെ അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള നൈറ്റികളൊക്കെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് നൈറ്റി പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യത്തെ പോലെ സിബ്ബൊക്കെ വെച്ച് തയ്ക്കാതെ ഇതുപോലുള്ള മോഡലുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഇത് പല നെക്കിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, നൈറ്റിയുടെ തന്നെ ആയാലും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് പേര് നൈറ്റിയൊക്കെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേരങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്കറിയാം. നൈറ്റി ബിറ്റ് ഉണ്ടല്ലോ, നൈറ്റി ബിറ്റ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ, കറക്റ്റായിട്ട് ഫിക്സായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചെറിയ എംബ്രോയ്ഡറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ വല്ല ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.